നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 19 ചൊവ്വാഴ്ചയാണ്. വളരെ ശക്തമായിട്ടാണ് ഇന്ത്യൻ വിപണികൾ ഇന്നലെ ക്ലോസ് ചെയ്തത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ GST റാഷണലൈസേഷനും കൂടാതെ S&P 500 ഇന്ത്യയുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് വർദ്ധിപ്പിച്ചതുമാണ് കാരണമായത്. ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് കാരണം കൊണ്ട് തന്നെ 25,000 എന്ന മാർക്ക് ഒരിക്കൽ കൂടി നിഫ്റ്റി ടച്ച് ചെയ്തു. ഇന്നും ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ഏറെക്കുറെ ഫ്ലാറ്റ് ആയ രീതിയിലാണ് US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത്. അതിന്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ റിസർവിന്റെ ജാക്സൺ ഹോൾ സമ്മിറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് 21 മുതൽ 23 വരെയാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ US മാർക്കറ്റുകൾ ഫ്ലാറ്റായി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കൂടി തിങ്കളാഴ്ച, അതായത് ഇന്നലെ അവിടെ നടന്നത്. വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയുണ്ടായി. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.94% ഇടിവാണ് ഉണ്ടാക്കിയത്. വിപ്രോ 0.73% നേട്ടത്തിലും. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.64% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.61% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. US സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് സെപ്റ്റംബറിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഫെഡറൽ റിസർവിന്റെ ജാക്സൺ ഹോൾ സബ്മിറ്റ് അത് ഉറപ്പിക്കും എന്ന് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത് സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത 83% എന്നാണ്. മറ്റ് മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബിറ്റ്കോയിനിലേക്ക് വന്നാൽ 1,24,000 എന്ന ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റിവേഴ്സൽ കണ്ടു. ഇപ്പോൾ $1,16,000 ട്രേഡ് ചെയ്യുന്നത്, 1% ഇടിവിലാണ്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ വലിയ മാറ്റമില്ലാതെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 74,200 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് ഇന്നലത്തെ US പ്രസിഡന്റിന്റെയും ഉക്രൈൻ പ്രസിഡന്റിന്റെയും മീറ്റിംഗിന് ശേഷം ഓയിൽ പ്രൈസുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. 1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.2% ഇടിവിലാണ്. WTI 0.46% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓണം ഓഫറിന്റെ ഭാഗമായിട്ട് 3 മാസത്തേക്കുള്ള ഫീസിൽ 55% ഡിസ്കൗണ്ടാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അതായത് വെറും 1,299 രൂപ മാത്രമാണ് 3 മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. മറ്റൊരു വാർത്തയിലേക്ക്, ബസ്സുകളുടെയും ട്രാക്ടറുകളുടെയും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് GST കുറച്ചേക്കാം. ഈ വാർത്തയിലേക്ക് വന്നാൽ ബസ്സുകളുടെ GST 28% നിന്ന് 18% കുറച്ചേക്കാം. ട്രാക്ടറുകളുടേത് 12% നിന്ന് 5% എന്ന സ്ലാബിലേക്ക് മാറ്റിയേക്കാം. ബസ്സുകളുടെയും ട്രാക്ടറുകളുടെയും വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശമായി വരുന്നത്. കർഷകരുടെ ചിലവ് കുറയ്ക്കുകയും വരുമാനം മെച്ചപ്പെടുത്തുകയും എന്നതും മറ്റൊരു ഉദ്ദേശമാണ്. ഏതായാലും ബസ്സുകൾക്കും ട്രാക്ടർ വ്യവസായത്തിനും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്നത്തെ മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസ് ഹെർബൽ നാച്ചുറൽ പാനീയങ്ങൾ വിൽക്കുന്നതിനായി നാച്ചുറൽ ബിവറേജസുമായി ചേർന്ന് ഒരു കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. മറ്റൊരു കമ്പനി വേദാന്തയാണ്. ഓഗസ്റ്റ് 21 ബോർഡ് മീറ്റിംഗ് നടക്കും. 2ാം ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നതിനാണ് ബോർഡ് മീറ്റിംഗ് നടക്കുക. റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് ഓഗസ്റ്റ് 27 അടുത്തതായി ഹിന്ദുസ്ഥാൻ സിങ്ക് ഖനന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും ലോഹങ്ങൾ വീണ്ടെടുക്കുന്നതിനുമായി 3,823 കോടി രൂപയുടെ പുതിയ പ്ലാന്റ് സ്ഥാപിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. ഇത് ശേഷി ഇരട്ടിയാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ പ്ലാൻ അവതരിപ്പിക്കുന്നത്. അടുത്തത് ട്രെൻഡ് എന്ന കമ്പനിയാണ്. സൂറത്തിൽ പുതിയ സ്റ്റോർ ഗുജറാത്തിൽ തങ്ങളുടെ യൂത്ത് ഫാഷൻ ബ്രാൻഡായ ബോണ്ട് ടോസ്റ്റ് കമ്പനി ആരംഭിച്ചു. അടുത്ത ONGC ആണ്. തമിഴ്നാട്ടിൽ ഒരു ഹീലിയം റിക്കവറി പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി എഞ്ചിനീയേഴ്സ് ഇന്ത്യയുമായി കമ്പനി സഹകരിക്കുന്നു. മറ്റൊരു കമ്പനി ടാറ്റ സ്റ്റീലാണ്. സബ്സിഡറി സെറാമാറ്റിലെ മുഴുവൻ ഓഹരികളും ലയൺസ്റ്റഡ് വെഞ്ചേഴ്സ് വിറ്റു. അടുത്തത് സൻദാർ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. ഒരു ക്ലീൻ എനർജി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ 4.51% ഓഹരികൾ വാങ്ങാൻ 2.72 കോടി രൂപ കമ്പനി നിക്ഷേപിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് PG ഇലക്ട്രോപ്ലാസ്റ്റ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് തുടങ്ങിയവയാണ്. മുഖ്യമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. സെപ്റ്റംബർ 21 മുതൽ പുതിയൊരു ബാച്ച് കൂടി നമ്മൾ ആരംഭിക്കുന്നുണ്ട്. രാത്രി 9 മണിക്കായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക.
കോഴ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ നെറ്റ് ബയ്യേഴ്സായി മാറിയ ഒരു ദിവസം കൂടിയായിരുന്നു. FIS 551 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തപ്പോൾ DIS 4104 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. അടുത്തതായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ആദ്യം ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.24% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.32% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.37% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.32% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.31% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,987 എന്ന നിലയിൽ 24 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി ഇന്നലെ 24,877 246 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു സമയത്ത് 25,000 എന്ന മാർക്ക് ടച്ച് ചെയ്തിരുന്ന നിഫ്റ്റി പിന്നീട് അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുകയും പിന്നീട് അവിടെ നിന്നും ഡൗൺ ആവുന്നതുമാണ് കണ്ടത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ലോവർ ഹൈ ഫോർമേഷനാണ് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഈ ഒരു 25,000 മുകളിലും 25,250 മുകളിലൊക്കെ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോവർ ഹൈ ഫോർമേഷൻ ബ്രേക്ക് ചെയ്യും. ഇനി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഈ ഒരു പാറ്റേണിൽ നിന്നും ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണെന്ന്. പക്ഷേ ഇന്നലെ നല്ലൊരു ഗ്യാപ്പ് അപ്പാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. പിന്നീട് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ച ഒരു ക്യാൻഡിൽ കൂടിയായിരുന്നു ഇന്നലത്തേത്. പക്ഷേ പൊതുവിൽ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 20 ഡേ 50 ഡേ EMIകൾക്ക് മുകളിലായിട്ട് ഒരു സിംഗിൾ സെഷനിൽ തന്നെ മുകളിലായി ക്ലോസിംഗ് വെക്കാൻ സാധിച്ചു. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,700 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,850 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,850 സ്ട്രൈക്കിൽ 2,923% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 9% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,800 സ്ട്രൈക്കിൽ 791% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 48% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,900 സ്ട്രൈക്കിൽ 960% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 123% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. 55,735 393 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്സൈഡിൽ നമ്മൾ പറഞ്ഞ 56,120 ടച്ച് ചെയ്തതിന് ശേഷം ഒരു ചെറിയ റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റിയിലുണ്ടായി. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് 20-50 ഡേ EMIകൾക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു റിവേഴ്സൽ ആണോ എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കൺഫേം ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടാണ് ഇപ്പോൾ നൽകുന്നത്. വെറും 1,299 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 മാസത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.